വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കോഴിക്കോട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോണ വഴിയിൽ നമ്മൾ ചുരം എത്തിക്കഴിഞ്ഞപ്പം കുറേ ആൾക്കാർ ഇതിൽ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ വ്യൂ പോയിന്റിൽ വന്ന് ഫോട്ടോ എടുക്കുന്നതും പാർക്ക് ചെയ്തിട്ട് നിൽക്കുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത്ര സേഫ് അല്ല എന്ന് തോന്നും കേട്ടോ, ഇവിടെ ഇങ്ങനെ ചാരി നിൽക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ടായിരിക്കും ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല അനുഭവമായിരിക്കുമല്ലോ, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവർ നിൽക്കുന്നതെന്ന് ഞങ്ങളിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്ഥിരം ബ്ലോക്കൊക്കെ എത്തി. എന്നും ചുരം വഴി പോകുമ്പോൾ ഒരു കുഞ്ഞു ബ്ലോക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്ന് ഭാഗ്യത്തിന് വലിയൊരു ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല, ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം കേട്ടോ. അപ്പം അതിനുവേണ്ടി നമ്മളിതാ വൈറ്റ് ഹൗസിൽ വന്നതാണ്. വൈറ്റ് ഹൗസ് കയറിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ കല്ലുമ്മക്കായ ഓർഡർ ചെയ്തു, പിന്നെ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും വെള്ളപ്പമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ രാവിലത്തെ. പാപ്പ എപ്പോഴും പത്തിരി അങ്ങനത്തതൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അവൾക്ക് അങ്ങനെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും രാവിലെ ഇഷ്ടമില്ല. ഞങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങുകയാണ് ഇനി. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴി വീണ്ടും മഴയൊക്കെ ചെറുതായിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ടും മഴ എന്താ കഴിയാത്തതെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് സ്ഥിരമായിട്ട് പോകേണ്ട കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഹാമിലീസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഹാമിലീസിൽ എന്തിനാണ് കയറണേന്ന് അമ്മീനോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വ്യക്തമായിട്ടൊരു കാരണമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ എല്ലാ സാധനങ്ങളും പോയിട്ട് കാണുക എന്നുള്ളതാണ് അവളുടെ പരിപാടി. അപ്പോൾ ഇതാ പാപ്പ ഒരു പുതിയ സാധനമൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, കണ്ടിട്ട് ഇതെന്താണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആമി എന്നും പോയിട്ട് ഞങ്ങൾക്ക് കാണിച്ചിരുന്ന സ്ഥലമാണ് ഈ ബാർബി ഹൗസിൻ്റെ. അവൾ ഇപ്പോഴും ബാർബീൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ബാർബി കളക്ഷൻസ് ഒക്കെ കാണിച്ചു. പിന്നെ അതിൻ്റെ കൂടെ പാപ്പൂനും കുറേ കിച്ചൺ സെറ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറേ കളേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ ആമി ഇതേപോലെ കുറേ കളർ കാര്യങ്ങളൊക്കെ നോക്കും. ചിലതൊക്കെ വാങ്ങിക്കുള്ളൂ, പക്ഷെ അവർക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും അതേപോലെ തന്നെ കുറേ നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ കണ്ടാലും നമ്മൾ നോക്കുമല്ലോ, എല്ലാം മേടിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിൽ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടുണ്ടായിട്ടോ. കുറേ സാധനങ്ങളൊക്കെ നോക്കി, ഇതിന് ഇത്ര ഭംഗിയാണ്, ഇതിന് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പാർക്കിൽ പോകുന്ന അതേ ഫീലിങ്സ് തന്നെയാണ് കേട്ടോ ഇവർക്ക്. ഇപ്പം എന്താ പറയുക, ഇങ്ങനെ പോയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം എനിക്ക് തോന്നാറുണ്ട് കുട്ടികൾക്ക് ഇതും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് അവർ ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നതൊക്കെ കുറച്ചുകൂടെ ഒരു ഇഷ്ടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ നമ്മൾ ഇവിടെയുള്ള ഏകദേശം എല്ലാ ടോയ്സും നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. എല്ലാം പോയിട്ട് കണ്ടു, എല്ലാം നോക്കി, എല്ലാത്തിൻ്റെ പ്രൈസൊക്കെ നോക്കി. ഇനി എനിക്ക് തോന്നുന്നു ആമിക്ക് ഈ ഹാമിലീസിലെ ഒരുവിധ എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് അറിയാം കേട്ടോ. പ്രൈസും ഏതൊക്കെ ടോയ്സാണെന്നും അറിയാം. അപ്പോൾ എല്ലാം പോയിട്ട് നോക്കി. ഇതാ പാപ്പു ഇനിയും കളി കഴിഞ്ഞിട്ടില്ല കേട്ടോ, പിന്നെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സൊക്കെ കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ആൾക്ക് എപ്പോഴും ഇഷ്ടം എന്തെങ്കിലും വണ്ടി, കാറ് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ ആമിയാണ് സോഫ്റ്റ് ടോയ്സിൻ്റെ ആള്. അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മളത് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരാഗ്രഹം ഐസ്ക്രീം കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആ ആഗ്രഹം മാറ്റിയിട്ട് ഹഗ് ആൻഡ് മഗ് കയറിയിട്ട്
കേക്കും അതേപോലെ കോഫിയൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ കുറേ നല്ല ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ നല്ലൊരു റെയിൻബോ കേക്ക് ഉണ്ട്, അത് കാണിച്ചു തരായിരുന്നു കേട്ടോ പാപ്പു. പക്ഷേ അത് കുറച്ച് തണുപ്പുള്ള കാരണം നമ്മൾ അത് വാങ്ങിച്ചില്ല. അതിന് പകരം വേറൊരു ചോക്ലേറ്റ് കേക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഇതാ അവിടെ നമ്മൾ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ കഴിക്കാൻ, അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ ബണ്ണിനും ഈ കേക്കിനൊക്കെ. കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ അതൊക്കെ. ഹഗ് ആൻഡ് മഗ് ഇറങ്ങി നേരെ പോയത് മിനിസോയിലേക്കാണ് കേട്ടോ. മിനിസോയിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ തിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ജേണൽ കിറ്റ് ആമയെടുത്തു. അതേപോലെ ഈ ഒരു ബോക്സ് പാപ്പു എടുത്തു. കാരണം അതിൽ കുറേ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയണത്. അപ്പോൾ അത് രണ്ടും മേടിച്ചു. പിന്നെ കുറേ ക്യൂട്ട് തിങ്സ് ഒക്കെ നോക്കി. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ള മെഹ്റാബ് മന്തിക്കടയുണ്ട് കേട്ടോ. അവിടെ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. നല്ല മന്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ ഇതേപോലെ മജ്ലിസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നിലത്ത് പതിഞ്ഞിരുന്നിട്ടൊക്കെ കഴിക്കാം. പക്ഷെ നമ്മൾ അതിലൊരു കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഇരുന്നു. അപ്പോൾ നമ്മൾ ചിക്കനും അതേപോലെ ബീഫിലുമാണ് മന്തി പറഞ്ഞിട്ടുള്ളത്. 2 ഐറ്റംസ് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇവർക്കൊരു ഫസ്റ്റ് തന്നെ ഒരു സൂപ്പ് കൊണ്ടുതരും കേട്ടോ. ഒരു വെജാണ്, കുഴപ്പമില്ല. ഒരു പൊട്ടാറ്റോയും ക്യാരറ്റും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൊരു വെജ് സൂപ്പാണ്. സ്റ്റാർട്ടറായിട്ട് അവർ നമുക്ക് അതാണ് തരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടോടൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പോലെ സാലഡ് കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നല്ല അതിൻ്റെ സൈഡായിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് വന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ മന്തിയായിരുന്നു കേട്ടോ. നാസി ബീഫായിരുന്നു. ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഒരുപാട് മസാലയൊന്നും ഇല്ലാത്തതാണ്. അപ്പം ഭയങ്കര സ്പൈസി അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു മന്തിയായിരുന്നു. അത് എല്ലാവരും ഫുൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് ഇനി നേരെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം കോഴിക്കോടത്തെ ഫുഡ് കഴിക്കലും നമ്മളുടെ ഒരു ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പയ്യെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവാതെ വീട്ടിലേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ചുരമൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല കോടമഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും. പിന്നെ ഇങ്ങനെ ക്ലൈമറ്റ് മാറി മാറി തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ചുരം എത്തുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, പെട്ടെന്ന് ആ കയറി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമ്മളെ ക്ലൈമറ്റ് മാറി തുടങ്ങും. ഇപ്പം നല്ല ഫോഗിയായി കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ കോഴിക്കോട് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ വീട്ടിലേക്കുള്ള എത്താനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കോഴിക്കോട് പോയിട്ടുള്ള കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അങ്ങനെ ഫൈനലി നമ്മളെ വീടെത്തി. ഓക്കെ, ബൈ.